ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബാലനും ഗോമതിയും കൂടെ രാത്രി സംസാരിച്ചിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഗോമതി ഇല്ലാത്തൊരു ജീവിതം ബാലനും ഇല്ല, ബാലനില്ലാത്തൊരു ജീവിതം ഗോമതിക്കും ഇല്ല. അങ്ങനെ ഗോമതിയുടെ ചില വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ബാലനും സങ്കടമാവാണ് കേട്ടോ. അങ്ങനെ ബാലൻ പറയുന്നുണ്ട്, നീ ഇത്രയൊക്കെ വ്രതം എടുത്ത് വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഇനി സംസാരിച്ചിരിക്കണ്ട, നാളെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനുള്ളേ, കിടന്നോ. അങ്ങനെ ഗോമതിയെ പിടിച്ച് അവിടെ കിടത്തിയിട്ട് ബാലൻ മാറി നിന്ന് ഓരോന്ന് ആലോചിച്ച് സങ്കടപ്പെടുവാണ്. തൊട്ടപ്പുറത്തെ വീട്ടിൽ കൃഷ്ണമംഗലത്ത് ഭയങ്കരമായിട്ട് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അലോക് അഗ്നിപൂജ സമയത്ത് അപ്പച്ചി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അമ്മയായ രാജശ്രീയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. പക്ഷേ രാജശ്രീക്ക് ചെറിയ പേടിയുണ്ട്. മോനെ, ഇത് വല്ലതും വേണോ? വേറെ എന്തെങ്കിലും രീതിയിലായിക്കൂടെ? നമുക്ക് ഇത് വേണോ? അമ്മേ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അച്ഛന് ചെറിയ സോഫ്റ്റ് കോർണറുണ്ട്, അത് മാറ്റണം. പിന്നെ പൂജാ സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ അവിടുത്തെ പൂജാരിയെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതൊന്നും അമ്മ അറിയണ്ട, സാഹചര്യം അനുസരിച്ച് ചെയ്യണം. പിന്നെ ഒരു അപകടം പൂജയ്ക്കിടയിൽ സംഭവിച്ചത്, അത്രയേ ഉള്ളൂ. ഒരു സംശയവും ആർക്കും ഉണ്ടാകില്ല. സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, തീപിടുത്തങ്ങളൊക്കെ, അതുപോലെ ആയിക്കോളും. എടാ, എനിക്കാകെ പേടിയാവുന്നുണ്ട്. ഓഹോ, അത് ശരി. അപ്പോൾ ആനന്ദിൻ്റെ വിവാഹത്തിന് ഓരോന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് എന്തെല്ലാം പറഞ്ഞു തന്നു, എന്നിട്ടാണോ ഇന്ന് പേടിക്കുന്നത്? എടാ, അന്നത്തെ പോലെയല്ല ഇന്ന്. അന്നാണെങ്കിലും എനിക്ക് കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നു, ഇന്നതില്ല. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ശരി തന്നെ, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ജയമൊക്കെ എപ്പോഴും അവർക്കാണ്. ഇപ്പോൾ തന്നെ ധർമ്മൻ്റെ കല്യാണത്തിന് നോക്കിക്കേ, ആ കള്ളത്തരം മുഴുവനും പൊളിഞ്ഞില്ലേ? നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തതാണ്. അടുത്ത ദിവസം ആ പെണ്ണ് വന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം അവർക്കുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ലക്ഷ്യം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇല്ലമ്മേ, ഇതെന്തായാലും ലക്ഷ്യം കാണും. നാളെ ഗോമതി അപ്പച്ചിയാണ് അവിടെ പൂജയ്ക്കിരിക്കുന്നത്. അപ്പോൾ ആ പൂജാ സമയത്ത് തന്നെ ഇതെല്ലാം, പിന്നെ ഇവിടുത്തെ വിൽപ്പത്രം എല്ലാം അതോടുകൂടി തീരണം. അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ട് നമ്മൾ അനന്തം വരുന്നുണ്ട് കേട്ടോ. അനന്തനാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അടുത്ത് വന്ന് ചോദിക്കണം, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? ഒന്നുമില്ല ഏട്ടാ. അല്ല, ഇവൻ ഓരോന്ന് പറയായിരുന്നു. അല്ല, ആലോക് പറയാൻ കേട്ടല്ലോ ഗോമതി എന്നൊക്കെ. അല്ല, ഞാൻ വെറുതെ സുഗന്യ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. അത് ശരി. അലോകേ, വേണ്ടാത്ത ചിന്തകളൊന്നും നീ മനസ്സിൽ കൂടെ നടക്കില്ലേ, അതൊക്കെ അങ്ങ് വിട്ടേക്കണേ. അപ്പോൾ രാജശ്രീ പറയാണ്, അയ്യോ, ആലോകിന് എന്ത് വേണ്ടാത്ത ചിന്ത എന്നാ ഏട്ടൻ പറയുന്നത്? വേണ്ടാത്ത ചിന്ത ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിലേ അതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചേക്കാനാണ് ഞാൻ പറഞ്ഞത്. അല്ല വെല്ലിച്ച, എല്ലാവരും നന്നായി കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഓ, കൊള്ളാമല്ലോ, എന്ന് മുതൽ തുടങ്ങി മോൻ ഇങ്ങനെയുള്ള നല്ല ആഗ്രഹങ്ങളൊക്കെ. അല്ലെങ്കിൽ അവൻ പണ്ട് മുതൽ ഇങ്ങനെയല്ലേ ഏട്ടാ എന്ന് രാജശ്രീ. പിന്നെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ സംശയങ്ങളൊക്കെ വെറും സംശയങ്ങളായിട്ട് തന്നെ ഇരിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം. കേട്ടല്ലോ. അങ്ങനെ അയാൾ പറഞ്ഞിട്ട് പോകുമ്പോൾ രാജശ്രീ ആകെ പേടിക്കാണ്. അലോകെ, വേണ്ടടാ, അനന്തേട്ടന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. നമുക്ക് വേറൊരു സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നോക്കാം. അമ്മ ഒന്ന് വെപ്രാളപ്പെടാതിരിക്കുന്നുണ്ടോ? ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ നടത്തും. പിന്നെ നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. പിന്നെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ വിചാരിക്കുന്ന ആൾ തന്നെയായിരിക്കണം പൂജാ സമയത്ത് ആ സ്ഥലത്ത് നിൽക്കേണ്ടത്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അലോക് അങ്ങോട്ട് പോകണമെങ്കിൽ രാജശ്രീ ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ബാലൻ തന്നെ ആദ്യം ഇറങ്ങി വന്നിട്ട് ഗോമതിയെ വിളിക്കുകയാണ്. ബാലട്ടാ, ഞാൻ ഇറങ്ങി, ദേ വന്നു. ബാക്കിയുള്ളവരെ എന്തിയേ? അങ്ങനെ ദേവി വരുന്നുണ്ട്. അച്ഛാ, അമ്മ ഇറങ്ങിയോ? ഇപ്പം ഇറങ്ങിയാലേ സമയത്ത് അങ്ങ് ഇറങ്ങാൻ പറ്റുള്ളൂ, നല്ല ദൂരം ഉണ്ടല്ലോ ഇവിടുന്ന്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എവിടെ? മീനു, ആകാശേ എവിടെ? അപ്പം തന്നെ മിത്ര വന്നിട്ടുണ്ട്. അപ്പം മിത്രയോട് പാലൻ ചോദിക്കുന്നുണ്ട്, മോളെ, പൂജയ്ക്കിടേണ്ട ഡ്രസ്സെല്ലാം ആര്യൻ്റേത് എല്ലാം നീ എടുത്തു വെച്ചിട്ടുണ്ടോ? അതെല്ലാം ഞാൻ ബാഗിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുമുണ്ട്. ആര്യൻ അതും കൊണ്ട് വന്നോളും. പിന്നെ നീയേ ദേവി നല്ലപോലെ ശ്രദ്ധിച്ചോളണം കേട്ടല്ലോ. ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ. അപ്പോൾ ഗോമതി പറയാണ്, എന്താവശ്യം ഉണ്ടെങ്കിലും മിത്രയോട് പറഞ്ഞോളണം, അല്ലാതെ അടുക്കളയ്ക്ക് ഒരു വക ചെയ്തേക്കരുത്. ഇല്ലമ്മേ, ഞാൻ ചെയ്യില്ല. എനിക്ക് പേടിയായിട്ടാ. അഗ്നിപൂജ സമയത്തെ അത് തീരുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളും അനിഷ്ടങ്ങളും സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നത്. അയ്യോ, എൻ്റെ അപ്പച്ചി, അതൊന്നും പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. ഏട്ടത്തി റൂമിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല, പോരെ. അപ്പോൾ ആനന്ദ് ഡ്രസ്സൊക്കെ മാറി വരുവാട്ടോ. ദേവിയോട് വന്ന് കാര്യം പറയാൻ പോവാ. അപ്പോൾ ദേവി പറയണ്ട, അനങ്ങരുതേ, ഇരിക്കരുതേ, അടുക്കള കയറുതേ എന്നൊക്കെയാണോ ഏട്ടൻ പറയാൻ വരുന്നത്? ഇതൊക്കെ അമ്മ പറഞ്ഞതേ ഉള്ളൂ, ഇനി ഒന്നേന്ന് പറയണ്ട. അങ്ങനെ അവരെല്ലാവരും കൂടെ നിന്ന് ചിരിക്കാട്ടോ. അതെ, ബാലേട്ട ആര്യനെ ഒന്ന് ഫോണിൽ വിളിച്ച് എന്നിട്ട് കൃത്യസമയത്ത് അവിടെ എത്തണമെന്ന് പറ. എടാ, അവൻ വന്നോളും, നീ സമാധാനപ്പെട്. അതല്ലെന്നേ എൻ്റെ വിഷയം, അതല്ല, അവൻ ബൈക്കിലാവൂലേ വരുന്നത്, സ്പീഡിലൊക്കെ വന്നാൽ ശരിയാകത്തില്ല, അതുകൊണ്ടാണ്. അതൊന്നും പേടിക്കണ്ടെന്നേ. അപ്പോഴാകാശം മീനാക്ഷി കൊണ്ട് ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം അനുമോൾ എന്തെങ്കിലും ചോദിക്കണം. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ധർമ്മനെ കാണാനില്ല. അങ്ങനെ ധർമ്മൻ എന്താ ഇറങ്ങാത്തത്? സുകന്യ ധർമ്മനെയൊക്കെ പോയി വിളിക്കുന്നു. അകത്ത് ചെല്ലുമ്പോൾ
അപ്പോൾ നമ്മുടെ അനുമോളും ഇത്രയും കൂടെ പറയാം ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താ സുകന്യ കള്ളത്തരം അഭിനയിച്ച് അവിടെ കിടക്കാൻ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സുകന്യ പറയാം ഇന്നലെ രാത്രി മുതൽ എനിക്ക് തീരെ വയ്യ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കുക. അയ്യോ അത് ശരി, ധർമ്മേട്ടൻ എൻ്റെ കൂടെ തന്നെ ഇരിക്കണം. അയ്യോ നമുക്ക് പൂജയ്ക്ക് പോകണ്ടേ, എനിക്ക് പറ്റില്ല. എന്നാൽ പിന്നെ നീ എനിക്ക് ആശുപത്രി പോവാം. അല്ലെന്നേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറ്റത്തില്ല, എനിക്ക് ഇവിടുന്ന് എനിക്ക് അനങ്ങാനേ പറ്റൂല. സ്പൈനൽ കോഡിനോ ഒട്ടലിനോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം വരും, ഞരമ്പുകളൊന്നും അനങ്ങാൻ പാടില്ല. ഓ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറയണം. മണ്ടേ ധർമ്മനാണെങ്കിൽ ഇതെല്ലാം കേട്ട് വിശ്വസിക്കുക. ധർമ്മം ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതിനു മുന്നേ ഇങ്ങനത്തെ അസുഖം വന്നിട്ടുണ്ടോ? പണ്ടങ്ങാണ്ടോ ഒരിക്കൽ വന്നിട്ടുണ്ട്, അതിനുശേഷം എനിക്ക് ഇപ്പോഴാണ് വരുന്നത്. അത് ശരി, അങ്ങനെയാണെങ്കിൽ എനിക്കിന്ന് പോകാൻ പറ്റില്ലല്ലോ. ഇല്ലെന്നേ, ഏട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ധർമ്മനെയും വിടാതെ പിടിച്ചിരുത്താട്ടോ. അങ്ങനെ പുറത്താണെങ്കിൽ വീണ്ടും സംസാരം തുടങ്ങിയിട്ടുണ്ട് ആര്യൻ്റെ കാര്യം. മീനാക്ഷിയും ആകാശും കൂടെ പറഞ്ഞിട്ട് ആര്യൻ ബൈക്കിൽ തന്നെ വരുന്നതാണ് നല്ലത്, ആ റൂട്ടിൽ ബസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, സമയത്തിന് എത്താൻ കഴിയില്ല, അവൻ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചോളും, നിങ്ങൾ എന്തിനാ പേടിക്കണേന്ന്. ആ സമയത്താണ് ഇവരിവിടെ വന്ന് കയറുന്ന കേട്ടോ റൂമിനകത്ത്. അപ്പോൾ മിത്രയ്ക്കും ചെറിയൊരു മനസ്സിലാവുന്നുണ്ട് എന്തോ കള്ളത്തരമുണ്ടെന്ന്. അപ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട് അതെ ഒരു കാര്യം ചെയ്യും, നമുക്ക് ആശുപത്രിയിൽ പോയാലോ? അപ്പോൾ സുകന്യ ഉടനെ പേടിക്കുകയാണ്. അയ്യോ എന്നെ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകണ്ട, അതൊന്നും ശരിയാവത്തില്ല, ഇതൊക്കെ മാറിക്കോളും. തൽക്കാലം ഇത് പെയിൻ മാറാനുള്ള ഒരു ടാബ്ലറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കഴിച്ചോളാം. 2-3 മണിക്കൂർ ഒരേ കണക്കങ്ങ് കിടക്കണം, കിടന്നു കഴിഞ്ഞാൽ അതെല്ലാം മാറിക്കോളും എന്നൊക്കെ പറയട്ടെ. അവസാനം കൊച്ചിച്ചൻ പോണില്ലേ? അയ്യോ ഇവിടെ ഞാൻ വേണമെന്നാണ് സുകന്യ പറയുന്നത്. അയ്യോ എൻ്റെ അടുത്ത് ഇവിടെ ആളുണ്ടാവണം എന്നാലേ പറ്റുള്ളൂ. അത് ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളിവിടെ നിന്നോളാം, ഞാനിവിടെ ദേവി ചേച്ചി നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുമല്ലേ, അപ്പോൾ സുകന്യ ചേച്ചി ഞാൻ നോക്കിക്കോളാം. കൊച്ചിച്ചൻ ചെല്ലെന്ന് പറയാം. അയ്യോ സുകന്യ പെട്ടുപോയി കേട്ടോ, ധർമ്മനെ വിടാതിരിക്കാനുള്ള അടവായിരുന്നു. അങ്ങനെ ധർമ്മൻ അവരുടെ കൂടെ പോവുകയാണ്. അപ്പോൾ സുകന്യ ആകെ ചമ്മി നാറി അവിടെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് ചെല്ലുവാണ്. അതിനിടയ്ക്ക് ഇവിടെ ലോകാണെങ്കിൽ ആ ഹരീന്ദ്രനെ പോയി കാണുക കേട്ടോ. അച്യുതൻ്റെ ഒരു പഴയ സുഹൃത്തല്ലേ ആ അമ്പലത്തിലെ മാനേജർ. അയാളോട് എന്തെങ്കിലും ഒരു അപകടം വരുത്തണം, ഈ പൂജ നല്ലപോലെ അവസാനിക്കരുതെന്ന് മാത്രമേ അച്യുതൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അലോക് വന്ന് സംസാരിക്കുകയാണ് അയാളോട്. എന്നിട്ട് പറയേണ്ടത് അച്ഛൻ പറഞ്ഞത് പൂജ നല്ല രീതിയിൽ അവസാനിക്കരുതെന്ന്, പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് പൂജ അവസാനിക്കരുതെന്ന് മാത്രമല്ല ചെയ്യുന്ന ആൾ ആ ഹോമകുണ്ടത്തിലേക്ക് വീണ് മരിക്കുകയും കൂടെ വേണമെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അയ്യോ ഞാനത് ചെയ്യില്ല, അച്ഛൻ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പൂജ തടസ്സപ്പെടുത്തണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ അങ്കിളൊരു കാര്യം ചെയ്യും, ഈ പൈസ അങ്ങോട്ട് വാങ്ങും. അയാൾ ആദ്യം അത് വാങ്ങുന്നില്ല, നിർബന്ധിച്ച് 2 കെട്ട് നോട്ട് അയാളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കാട്ടോ. എന്നിട്ട് അലോക് വീണ്ടും പറയുന്നുണ്ട് ഞാൻ എന്തിനാ ഇത് തന്നെന്നൊക്കെ മനസ്സിലായല്ലോ, പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് ചതിയല്ലേ മോനെ, ദൈവകോപം ഉണ്ടാവില്ലേ? ഒരു കോപം ഉണ്ടാവില്ല. പിന്നെ അല്ലെങ്കിൽ തന്നെ ഈ അഗ്നിപൂജ ചെയ്യുന്ന ആൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഒന്ന് തലകറങ്ങി വീഴാമല്ലോ. എന്തായാലും ഹോമകുണ്ടത്തിന് ചുറ്റും ആദ്യം ഒന്ന് വലം വയ്ക്കും. ആ വലം വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് തലകറങ്ങി അങ്ങ് വീണാൽ അതിനകത്തോട്ടൊന്നും ആയിക്കോട്ടെ, അതോടെ തീരും എല്ലാം. പക്ഷെ ആരും നിങ്ങളെ സംശയിക്കില്ല, പേടിക്കണ്ട, ഇതൊക്കെ സ്വാഭാവികമല്ലേ തലകറങ്ങി വീഴുന്നത്, വ്രതമൊക്കെ എടുത്തിങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ ആര് സംശയിക്കാനാ എന്നൊക്കെ ഇങ്ങനെ അലോക് പറയട്ടോ. അയാൾക്കാണെങ്കിൽ ഒരു ഇതുമില്ല, സമ്മതിക്കാനൊരു മടി. അപ്പോൾ അലോക് വീണ്ടും പറയാണ് എന്തായാലും അങ്കിളുടെ ചരിത്രമല്ല എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് നല്ല രീതിയിൽ നിന്നതല്ലേ, ഇപ്പോഴേ ഈ അമ്പലത്തിലെ വെറും ഒരു മാനേജറായി തിളക്കപ്പെട്ടില്ലേ, പഴയ പോലെ ആവണ്ടേ അങ്കിളിനെ, ഞാൻ സഹായിക്കാം, ഇഷ്ടം പോലെ കാശ് ഞാൻ തരാം, ഇത് ചെയ്തു തന്നാൽ മാത്രം മതിയെന്ന്. അപ്പോൾ അയാളുടെ കണ്ണ് അങ്ങ് തെളിഞ്ഞു കേട്ടോ. എന്നിട്ട് ഉടനെ അലോകിനോട് പറഞ്ഞു ആ ശരി എന്നാൽ പിന്നെ ഞാൻ നോക്കാം, ഐഡിയ അല്ല ഞാൻ പറഞ്ഞു തരാം, പക്ഷേ ഹോമകുണ്ടത്തിന് ചുറ്റും ഇങ്ങനെ വലം വയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരാൾ തല കറങ്ങിയതിനകത്തേക്ക് വീഴണം, ആ രീതിയിലായിരിക്കണം അത് സെറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ അപകടം വരുത്തണം, ആരും അറിയാതെ വരുത്തണം, അതൊരു പ്ലാൻ ചെയ്തതാണെന്ന് മനസ്സിലാവാനും പാടില്ല. ആ രീതിയിൽ അലോക് ചില ഐഡിയകളൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ അയാൾ അവസാനം അലോക് പറയണ പോലെ എല്ലാം കേൾക്കാണ്. എന്നിട്ടും അയാൾ വീണ്ടും പറയുന്നുണ്ട് അല്ല ഇത് അവർ ആരെങ്കിലും ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത്, അയ്യോ എന്താ അങ്കിളെ പറയുന്നത്, ഈ അല്ലെങ്കിൽ തന്നെ അങ്കിളിനെ ഇവിടെ ആരെങ്കിലും സംശയിക്കൊന്നുമില്ല, പേടിക്കണ്ട, ഈ അമ്പലത്തിൽ ഇവിടെ CCTV ഉണ്ടോ, അതുമില്ല, അപ്പോൾ പിന്നെ മനസ്സിലാവുകയില്ല, അപ്പം അങ്കിള് തലപുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, നാച്ചുറലായിട്ട് അങ്ങ് നടന്നെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ അയാൾ വീണ്ടും പറഞ്ഞിട്ട് ദൈവകോപത്തിൻ്റെ കാര്യം കേട്ടോ, അയ്യോ എൻ്റെ പൊന്നങ്ങളെ ദൈവകോപം അതൊന്നും നടക്കില്ല, സമാധാനപ്പെടുക എന്ന് പറഞ്ഞ് അയാളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒക്കെ സെറ്റാക്കിയിട്ട് അലോക് പോവാട്ടോ. അതൊക്കെ കഴിഞ്ഞ് 2 കാറിലായിട്ട് ഇവർ ദേവമംഗലത്തുള്ള എല്ലാവരും അവിടെ വന്ന് ഇറങ്ങുവാണ്. അമ്പലവും പരിസരവും ഒക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് വല്ലാതെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ തന്നെ ധർമ്മം വന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ എൻ്റെ ചേച്ചി ഈ കാട്ടിനകത്തിരിക്കുന്ന ഇതാണല്ലേ ദേവിമല, ഇത് എങ്ങനെ ചേച്ചി കണ്ടുപിടിച്ചു? അപ്പോൾ മീനാക്ഷി പറയാം അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നൊക്കെ മീനാക്ഷി പറയട്ടോ. കൊള്ളാം, എന്തായാലും
ആ പിന്നെ നമ്മളെ കുടുംബത്തിനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദേവ്യമലയെന്നല്ല ഹിമാലയത്തിൽ പോകാനാണെങ്കിലും ഞാൻ തയ്യാറാണ്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഗോമതി നിനക്ക് നല്ല ക്ഷീണമുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ പറയണേ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാൻ കുടിയൊക്കെ ചെയ്യാമല്ലോ. എത്ര നേരം ഉണ്ടാവും പൂജ? അത് സൗമ്യപ്പോറ്റിക്കല്ലേ അറിയില്ല. എന്തായാലും 1-2 മണിക്കൂർ എടുക്കില്ലേ? അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടോ? അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്, അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്, പിന്നെ കോയിനൊക്കെ വേണം. അപ്പം ബാലൻ അതെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഓരോ രൂപ വെച്ച് തലയ്ക്ക് ഒഴിഞ്ഞ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവിയുടെയും മിത്രയുടെയും പിന്നെ ആര്യൻ്റെയും അവരുടെ എല്ലാവരുടേതും തലയ്ക്ക് ഒഴിഞ്ഞ് മീനാക്ഷിയുടെ കയ്യിലുണ്ട്. അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ട്, അമ്മേ അതൊന്നും പേടിക്കണ്ട, അതെല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന്. ധർമ്മനോട് ചോദിക്കുന്നുണ്ട്, ധർമ്മ സുഗനയുടെ തലയ്ക്ക് 1 രൂപ ഒഴിഞ്ഞിട്ട് അത് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നീ അതെടുത്തായിരുന്നോ? അങ്ങനെ പെട്ടെന്ന് തന്നെ ധർമ്മൻ പോക്കറ്റിലേക്ക് കൈയിടുക കേട്ടോ. അയ്യോ, അപ്പോഴാണ് മറന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ കാണുന്നില്ല എന്ന്. ആണോ? അതെ. എടാ നീ ശ്രദ്ധിക്കണ്ടേന്ന് വീണ്ടും ചോദിക്കട്ടെ, അതെങ്ങനെയാണ് എടുക്കാൻ മറന്നതാണോ? പോക്കറ്റിലേക്ക് കൈവച്ചിട്ട്. അപ്പോൾ എന്തായാലും അവിടെ തുടക്കത്തിൽ തന്നെ ആദ്യം ഒരു തടസ്സം അവിടെ ഉണ്ടായിട്ടോ. അങ്ങനെ ഗോമതി ടെൻഷൻ ആവാണ്, ആകെപ്പാടെ പേടിച്ച് പറിച്ച്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ടോ. ഡീറ്റെയിൽ എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.